ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായല്ലേ വീഡിയോസ് ഇട്ടിട്ട്. അപ്പോൾ ഇന്നൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് നിങ്ങൾക്കായിട്ട് ഒരു റെസിപ്പി ആട്ടോ ഷെയർ ചെയ്ത് തരുന്നത്, അതായത് പൊട്ടാറ്റോ റോസ്റ്റ്. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാനിവിടെ ഒരു 5-6 പൊട്ടാറ്റോസ് എടുത്തിട്ടുണ്ട്. അത് ഇപ്പോൾ കഴുകി വൃത്തിയാക്കി നമ്മൾ ഒരു മീഡിയം സൈസായിട്ട് കട്ട് ചെയ്ത് നമ്മൾ കുക്കറിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പൊട്ടാറ്റോസൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച്, അതായത് ഒരു ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുമ്പോൾ കുറച്ച് ചേർത്താൽ മതി കേട്ടോ, അധികം ചേർക്കണ്ട. അതും ചേർത്തിട്ട് നമ്മൾ ഈ പൊട്ടാറ്റോ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മളൊരു സൈഡിൽ പൊട്ടാറ്റോ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനുള്ളൊരു മസാല തയ്യാറാക്കണം. അതിനായിട്ടൊരു കടായോ പാനോ എന്താ വെച്ചെടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഓയിലാണ്. ഞാനിവിടെ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് മിക്സ് ആയിട്ട് ചെയ്യാം. അതായത് നെയ്യും ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെയും ചേർക്കാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഓയിൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതൊന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് താളിക്കുക. പിന്നെ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തൊന്ന് താളിക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് സവോളയാണ്. സവോള ഒരു വലിയ സവോളയാണെങ്കിൽ ഒരെണ്ണം മതി. ഇനി അതെല്ലാം ഒരു മീഡിയം സൈസ് ആണെങ്കിൽ ഒരു 2 എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ആ സവോള ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ സവോള പെട്ടെന്നൊന്ന് കുക്കാവാനായിട്ടാണ്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, അല്ലെങ്കിൽ പേസ്റ്റ് ആക്കിയതോ എങ്ങനെയാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല. അതാണ് ഞാൻ ചേർത്ത് കൊടുക്കണേ, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. പിന്നെ ഇതിലേക്ക് നമ്മൾ തക്കാളിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ വേറൊരു മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഇതെല്ലാം ഞാൻ വഴറ്റിയിട്ടാണ് എടുക്കുന്നത്. അതായത് സവോള, ഇഞ്ചി വെളുത്തുള്ളി, തക്കാളി, ഇതൊക്കെ നമ്മൾ വഴറ്റിയിട്ടാണ് എടുക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സവോള, ഇഞ്ചി വെളുത്തുള്ളി, തക്കാളി ഒന്ന് അരച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ വഴറ്റിയെടുക്കാം. അത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മളിതിൽ ചേർക്കുന്ന മസാലപ്പൊടികൾ ഞാനൊന്ന് പറഞ്ഞുതരാം. നമ്മൾ ആദ്യം ചേർത്ത് കുറച്ച് ഒരു മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്നത് മുളക് പൊടിയാണ്, പിന്നെ മല്ലിപ്പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി, പിന്നെ ഗരം മസാലപ്പൊടി. ഇത്രയും പൊടികളാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മൾ ഫസ്റ്റ് കുക്കറിൽ നമ്മൾ പൊട്ടാറ്റോ വേവിക്കുമ്പോൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ലേശം ഒരു 1/4 ടീസ്പൂൺ അങ്ങാനും ചേർത്താൽ മതി കേട്ടോ. പിന്നെ മല്ലിപ്പൊടി ചേർക്കുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടിയാണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ചേർക്കുക. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ തന്നെ ചേർക്കുക. പിന്നെ ഗരം മസാലപ്പൊടിയാണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ. ഓക്കെ, ആ പൊടികൾ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചച്ചുവ മാറിയതിന് ശേഷം നമ്മളിതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ്. തക്കാളി ഞാനിവിടെ 2 ചെറിയ സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടത് കുക്ക് ചെയ്ത് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന് 2 മെത്തേഡായിട്ട് നമുക്ക് ചെയ്യാം. ഇതൊക്കെ നമ്മൾ ഇപ്പോൾ തക്കാളിയും സവോളയും ഇഞ്ചി വെളുത്തുള്ളിയും ഞാൻ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്തിരിക്കുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്കിത് 4 പേസ്റ്റ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്തിട്ട് വഴറ്റിയെടുക്കുക, അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇനി ഇതാ നമ്മൾ എന്താ പറയുക, തക്കാളിയൊക്കെ വഴറ്റി ചേർത്ത് നന്നായിട്ട് വഴറ്റി മസാലയൊക്കെ നല്ല പരുവായതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു പാത്രം അടച്ചൊരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക. അതായത് ആ പൊട്ടാറ്റോയിലേക്ക് ആ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. 2 മിനിറ്റ്, 5 മിനിറ്റ് ഇരുന്നാലും കുഴപ്പമില്ല. ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പൊട്ടാറ്റോ റോസ്റ്റാണ്. പിന്നെ ഫൈനലി നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എൻ്റെ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില തന്നെയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഡിഷാണ്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മസാലകളൊക്കെ ചേർത്തില്ലേ, അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് ചേർക്കാം. പുളിയില്ലാത്ത തൈര് ഒരു 2 ടേബിൾ സ്പൂണോളം ചേർക്കാം.
അങ്ങനെ ചേർത്തിട്ട് നമ്മൾ ഈ ബിരിയാണിയിലൊക്കെ മസാല ഒക്കെ വഴറ്റുമ്പോൾ നമ്മൾ കുറച്ച് തൈരും കൂടി ചേർത്ത് വഴറ്റില്ലേ, അതേപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരും ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. ഓക്കെ, അതൊക്കെ ഓപ്ഷനാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം. ഓക്കെ, പിന്നെ ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള നമ്മുടെ പൊട്ടാറ്റോ റോസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്സൊക്കെ ഒന്ന് എഴുതിയായിരിക്കണേ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു, റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി നല്ല നല്ല റെസിപ്പീസുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.